റീസെന്റ് നമുക്ക് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഹി കെയിം ഫോർ എൻ എസ്തെറ്റിക് കൺസൾട്ടേഷൻ. ആൾക്ക് പിഗ്മെന്റേഷൻ ആയിരുന്നു, ഫേസിലെ പിഗ്മെന്റേഷൻ ആയിരുന്നു ഇഷ്യൂ. അപ്പോൾ നമ്മൾ നോർമലി ഒരു എസ്തെറ്റിക് രീതിയിൽ വി ഡിഡ് ഹൈഡ്രാഫേഷ്യൽ. അത് കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഒരു ലേസറിന്റെ ഒരു സെഷൻ നമ്മൾ ചെയ്തു. ആൻഡ് വി ഗേവ് സം ഹോം കെയർ പ്രോഡക്ട്സ് ആൻഡ് ഓൾ. ആളൊരു 2 weeks കഴിഞ്ഞിട്ട് ആള് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഫോളോ അപ്പിന് കൺസൾട്ടേഷന് വേണ്ടി വന്നു. അപ്പോൾ ആളുടെ കൺസേൺ അത് മാറുന്നില്ല എന്നുള്ളതാണ്. സോ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമ്മൾ നോർമലി എന്താണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹയർ ആണോ, LFT RFT നോർമൽ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്നറിയാൻ നമ്മൾ ക്രോസ് കൺസൾട്ടേഷൻ ടു അവർ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് അവർ ഫിസിഷ്യൻ നമ്മൾ ക്രോസ് കൺസൾട്ടേഷൻ വെച്ചു. ആൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹയർ സൈഡിലാണെന്ന് മനസ്സിലായി. സോ നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പിന്നെ നമ്മൾ അതിന്റെ പ്രോട്ടോകോൾ കുറച്ചുകൂടെ മാറ്റും. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് ഡയറ്റ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും ആൾക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈവൻ ഗ്ലൂട്ടഥയോൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് പെർസെ അല്ലെങ്കിൽ പോലും ഗ്ലൂട്ടഥയോൺ ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട്, ലിവറിനെയൊക്കെ നല്ല രീതിയിൽ അത് ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട്. സോ ആന്റി ഓക്സിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡയറ്റും മോഡിഫിക്കേഷൻസ് എല്ലാം വെച്ച് മെറ്റബോളിക് സിൻഡ്രോത്തെ ഒന്ന് കുറച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ആൻഡ് വിത്ത് ഹോം കെയർ പ്രൊഡക്ട്സ് ആൾക്ക് നല്ല മാറ്റം ഉണ്ടാവും.